Hello, I am Anuvi from St. Peter's College, Kolanjeri. ഈ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ അനാലിസിസിലെ ഒരു തിയറം ആണ് പ്രൂവ് ചെയ്യുന്നത്. ലെറ്റ് എ കണ്ടെയ്ൻഡ് ഇൻ ആർ, ലെറ്റ് എഫ് ജി ഫ്രം എ ടു ആർ ആൻഡ് ലെറ്റ് സി ബിലോങ്സ് ടു ആർ ബി എ ക്ലസ്റ്റർ പോയിന്റ് ഓഫ് എ. അപ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റ് എ എടുത്തിരിക്കുന്നു. എ ഡൊമെയിൻ ആയിട്ടുള്ള രണ്ട് ഫങ്ഷൻസ് എഫും ജിയും എടുത്തിരിക്കുന്നു. ഇനി ആ ഡൊമെയിൻ്റെ ഒരു ക്ലസ്റ്റർ പോയിന്റ് സിയും എടുത്തിട്ടുണ്ട്. സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ, എക്സ് നോട്ട് ഈക്വൽ ടു സി. സി അല്ലാത്ത എല്ലാ പോയിന്റിലും എഫ് ഓഫ് എക്സിനേക്കാളും വലുതാണ് ജി ഓഫ് എക്സ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് limit x tends to c f of x equal to infinity, then limit x tends to c g of x is equal to infinity. അതായത് ഇവിടെ ചെറിയ ഫംഗ്ഷന്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഒബ്വിയസ്ലി വലിയ ഫംഗ്ഷന്റെ ലിമിറ്റ് ഈ ഇൻഫിനിറ്റിയേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ അതിനൊരു പോസിബിലിറ്റി ഇല്ല. സോ അതിൻ്റെയും ലിമിറ്റ് ഇൻഫിനിറ്റി ആവുക. നമുക്ക് ഓർമ്മയിൽ വെക്കാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ബി പാർട്ടിൽ if limit x tends to c g of x is equal to minus infinity, then limit x tends to c f of x is equal to minus infinity. അതായത് ഈ വലിയ ഫംഗ്ഷന്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ അതിനേക്കാളും ചെറിയ ഫംഗ്ഷന് മൈനസ് ഇൻഫിനിറ്റിയേക്കാൾ ചെറിയ ഒരു ലിമിറ്റ് കിട്ടണം. മൈനസ് ഇൻഫിനിറ്റിയേക്കാൾ ചെറിയ ഒരു ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ലിമിറ്റും മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് തിയറം മെമ്മറൈസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. എ പാർട്ട് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഈ പ്രൂഫിൽ നമ്മൾ ആകെ ഉപയോഗിക്കുന്നത് ലിമിറ്റ് ഇൻഫിനിറ്റി ആകാനുള്ള ഡെഫിനിഷൻ, അതുപോലെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആകുന്ന ഡെഫിനിഷൻ. ഈ രണ്ട് ഡെഫിനിഷൻ മാത്രമേ ആവശ്യമുള്ളൂ. എഫിൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏത് റിയൽ നമ്പർ ആൽഫ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയി ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ ആ ഡെൽറ്റ തീർച്ചയായിട്ടും ആൽഫേനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അത് നമ്മൾ ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ ആൽഫ എന്ന് നമ്മൾ എഴുതുന്നു, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇനി എന്താണ് ആ ഡെൽറ്റയ്ക്കുള്ള പ്രോപ്പർട്ടി? ഡെൽറ്റയുടെ പ്രോപ്പർട്ടി ഇഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ where x belongs to a, അതായത് ഡൊമെയിനിൽ ഉള്ള ഏതെങ്കിലുമൊക്കെ പോയിന്റുകൾ ഈ സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ആ പോയിന്റുകളുടെ ഇമേജ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ. ഇത് എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് ആൽഫ ആകാനുള്ള ഡെഫിനിഷൻ ആണ്. ഇനി നമുക്ക് ഗിവൺ കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് ആൽഫയേക്കാൾ വലുതാണ്, പക്ഷേ എഫ് ഓഫ് എക്സിനേക്കാൾ വലുതാണ് ജി ഓഫ് എക്സ്. അപ്പൊ തീർച്ചയായിട്ടും ജി ഓഫ് എക്സും ആൽഫയേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ എഫ് ഓഫ് എക്സിന് പകരം എനിക്ക് ജി ഓഫ് എക്സ് കൊടുത്തുകൊണ്ട് അത് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഹെൻസ് ഫോർ എവരി ആൽഫ ബിലോങ്സ് ടു ആർ ദർ എക്സിസ് ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ ആൽഫ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ വിത്ത് 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ വി ഹാവ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആൽഫ. ഓക്കെ, അപ്പോൾ ഇത് എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് ആൽഫ ആകാനുള്ള ഡെഫിനിഷൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് ജി ഓഫ് എക്സിന്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആകാനുള്ള ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഇത് എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആകാനുള്ള ഡെഫിനിഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എഴുതാം therefore x tends to c g of x is equal to infinity. ഓക്കെ, ഇനി ബി പാർട്ടിലേക്ക് പോകാം. ബി പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ജി ഓഫ് എക്സിന്റെ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു സി മൈനസ് ഇൻഫിനിറ്റി ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ആകാനുള്ള ഡെഫിനിഷൻ, ഇൻഫിനിറ്റി ആകാനുള്ള ഡെഫിനിഷനിൽ ഞാൻ ആൽഫ എന്ന നൊട്ടേഷൻ ആണ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ ബീറ്റ ആണ് ഉപയോഗിക്കുന്നത്. ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഫോർ എവറി ബീറ്റ ബിലോങ്സ് ടു ആർ
there exists delta. That delta depends on beta. So delta is equal to delta beta greater than 0 such that ആ ഡെൽറ്റയ്ക്കുള്ള പ്രോപ്പർട്ടി എന്താണ്? For all x belongs to A, ഡൊമൈനിലുള്ള എക്സുകൾ, എങ്ങനെയുള്ള എക്സുകൾ? വിത്ത് 0 ലെസ് ദാൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. അതായത് സിയുടെ ഡെൽറ്റ നെയ്ബർഹുഡിൽ കിടക്കുന്ന എന്നാൽ ഡൊമൈനിൽ ഉള്ള പോയിന്റുകൾ, ആ പോയിന്റുകൾക്ക് ജി ഓഫ് എക്സ് ലെസ് ദാൻ ബീറ്റ ആയിരിക്കണം. ഇതാണ് ജിയുടെ ലിമിറ്റ് -∞ ആകാനുള്ള കണ്ടീഷൻ. ഇനി നേരത്തെ ചെയ്തതുപോലെ നമ്മുടെ ഗിവൺ കണ്ടീഷൻ ഉപയോഗിക്കുന്നു. അതായത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. ഇവിടെ ജി ഓഫ് എക്സ് ലെസ് ദാൻ ബീറ്റയാണ്. ആ ജി ഓഫ് എക്സിനേക്കാൾ ചെറുതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എഫ് ഓഫ് എക്സും ആരേക്കാൾ ചെറുതായിരിക്കണം? ബീറ്റേനേക്കാളും ചെറുതായിരിക്കണം. അപ്പോൾ ഈ സെയിം സ്റ്റേറ്റ്മെന്റ് ജി ഓഫ് എക്സിന് പകരം ഞാൻ എഫ് ഓഫ് എക്സ് കൊടുത്തുകൊണ്ട് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇത് ജി ഓഫ് എക്സിന്റെ ലിമിറ്റ് -∞ ആകാനുള്ള ഡെഫിനിഷൻ ആയിരുന്നു എങ്കിൽ ഇത് നമുക്ക് എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് -∞ ആകാനുള്ള ഡെഫിനിഷൻ ആണ്. ഓക്കെ, താങ്ക് യു.